ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വ്യൂ പോർട്സിനെ ബേസ് പറ്റിയ. അപ്പോൾ ഇതിനകത്ത് 4 വ്യൂ പോർട്സാണ് നമുക്ക് ഡീഫോൾട്ടായിട്ട് ഉള്ളത്. അതിൽ ഈ ടോപ്പ് ഇവിടെ ഇരിക്കുന്ന മുകളിൽ റൈറ്റ് കോർണർ ലെഫ്റ്റ് കോർണറിൽ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഫ്രണ്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണം ഓർത്തോഗ്രാഫിക് അല്ലെങ്കിൽ ആക്സോണോമെട്രിക് വ്യൂസാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ബോക്സ് വരച്ചു. ഒരു ബോക്സ് വരച്ച് കഴിഞ്ഞാൽ അതിന് പെർസ്പെക്റ്റിവിറ്റി ഇല്ല. ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ എൻ്റെ കണ്ണ് നേരെ 90 ഡിഗ്രിയിൽ സ്ട്രെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ മെഷർമെൻറ്റ് ഏകദേശം പറയാൻ പറ്റും. അതേസമയം ഇപ്പോൾ ചരിച്ച് പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം സ്ട്രെയിറ്റ് പിടിച്ചിട്ട് ഞാനതിൻ്റെ നോക്കുമ്പോൾ കാണുന്ന രീതിയാണ് നമുക്കിപ്പം ടോപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ലെഫ്റ്റിൽ ആക്സോണോമെട്രിക് വ്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളത് പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞ വ്യൂ ആണ്. അപ്പം ഇതിനകത്ത് ഞാൻ ആദ്യം ഈ ടോപ്പിനെ എനിക്ക് ഒരു വ്യൂവിന് തന്നെ മാത്രമായിട്ട് എനിക്ക് വലുതാക്കാൻ കഴിയും. അത് Alt+W അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യൂ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിനെ Alt+W അടിച്ചു കഴിഞ്ഞാൽ അതിനെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. അല്ലെങ്കിൽ വ്യൂ പോർട്ടിൻ്റെ തന്നെ ഈ മാക്സിൻ്റെ ഇവിടെ സൈഡിൽ ഇവിടെ ഒരു ബട്ടണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇനിയും ഓരോ വ്യൂവിനെയും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാനിപ്പം ഇത് വലുതാക്കിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പം ഇത് ഓൾറെഡി ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ എനിക്ക് ടോപ്പ് വ്യൂ ആക്കണമെങ്കിൽ T അടിച്ചാൽ മതി. T ബാക്ക് ആക്കണമെങ്കിൽ ബാക്ക് പിന്നെ പറയാം. ലെഫ്റ്റ് ആക്കണമെങ്കിൽ L, ബോട്ടം ആക്കണമെങ്കിൽ B, ബാക്ക് ആക്കണമെങ്കിൽ V+K, V ഫോർ വ്യൂ പോർട്സ് +K, പിന്നെ റൈറ്റ് ആക്കണമെങ്കിൽ V+R. അപ്പം ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് L, T ടോപ്പ്, F ഫ്രണ്ട്, B ബോട്ടം, V+K ബാക്ക്, V+R റൈറ്റ്. ഇത്രയാണ്. ഇനി ഇതിനെ എനിക്ക് ഇപ്പോൾ റൈറ്റ് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എടുത്തു. ഈ ഫ്രണ്ട് വ്യൂവിനെ എനിക്ക് പെർസ്പെക്റ്റീവ് ആക്കണമെങ്കിൽ അതിൽ P അടിച്ചാൽ മതി. അപ്പം അത് പെർസ്പെക്റ്റീവായിട്ട് മാറും. ഇനി Alt+W അടിച്ച് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വ്യൂ പോർട്സ് കാണാം. ഇനിയും ഞാനിപ്പോൾ ഷോർട്ട് കട്ട് അടിച്ച് ചെയ്തത് തന്നെ എനിക്കിവിടെ ഈ ലേബലിൻ്റെ പുറത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എനിക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഏതൊരു വ്യൂ പോർട്ടും എനിക്ക് മിഡിൽ മൗസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ചിട്ട് എനിക്ക് സൂമിനും സൂം ഔട്ടും ചെയ്യാം റോൾ ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയും പാൻ ചെയ്യണമെങ്കിൽ ഒരു വ്യൂ പോർട്ട് പാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനെ മിഡിൽ മൗസ് എനിക്ക് ഡ്രാഗ് ചെയ്താൽ മതി. അല്ല ഇനി എനിക്കിപ്പം ടെമ്പിൾ അല്ലെങ്കിൽ വ്യൂ പോർട്ട് റൊട്ടേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ടെമ്പിൾ എന്ന് പറയും. അതിന് Alt പ്രസ് ചെയ്തിട്ട് മിഡിൽ മൗസ് ബാക്കിലോട്ട് എനിക്ക് കാണാവുന്നതാണ്. മിഡിൽ മൗസ് നോക്കിയിട്ട് Alt പ്രസ് ചെയ്ത് മിഡിൽ മൗസ് ബാക്കിലോട്ട് എനിക്ക് പോകാവുന്നതാണ്. ഒരു വ്യൂ പോർട്ടിൻ്റെ പുറകിലോട്ട് എനിക്ക് പോകാവുന്നതാണ്. ഇനിയും ഇതിൻ്റെ അകത്ത് ഗ്രിഡ്സ് ഉണ്ട്. ഓരോ വ്യൂ പോർട്ടിലും ഗ്രിഡ് ഉണ്ട്. എനിക്ക് ഗ്രിഡിനെ ഓഫ് ചെയ്യണമെങ്കിൽ G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് ഓഫ് ചെയ്യും. ഇനി നമ്മൾ വലിയ വർക്കൊക്കെ ചെയ്യുമ്പോൾ വ്യൂ പോർട്ടിൽ ലോഡ് കൂടുമ്പോൾ എനിക്ക് വേണമെങ്കിൽ വ്യൂ പോർട്ട് ഡിസേബിൾ ചെയ്യാം. ഈ വ്യൂ പോർട്ട് സെലക്ട് ചെയ്തിട്ട് D അടിച്ചു കഴിഞ്ഞാൽ വ്യൂ പോർട്ട് ഡിസേബിൾ. ഇനിയിപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ഒബ്ജക്റ്റ് ഡിസേബിൾ ചെയ്ത വ്യൂ പോർട്ടിൽ കാണത്തില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണും. പിന്നെയും ഞാൻ ക്രിയേറ്റ് ചെയ്യുക, പക്ഷേ പിന്നെയും അത് കാണില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യും. ഇനി അല്ല എനിക്ക് ഡിസേബിൾ മാറ്റണമെങ്കിൽ പിന്നെയും ഒരിക്കൽ കൂടെ ആ വ്യൂ പോർട്ട് സെലക്ട് ചെയ്തിട്ട് D അടിച്ചാൽ മതി. ഇനിയും ഗ്രിഡ് പോകണമെങ്കിൽ ഈ G അടിച്ചാൽ ഗ്രിഡിൻ്റെ ഇത് മാറും. ഇനിയും എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അത് Ctrl+X ആണ് ഷോർട്ട് കട്ട്. Ctrl+X എനിക്ക് ഒരു ഏറ്റവും വലുതായിട്ട് എനിക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. മോഡൽ ചെയ്യാനും അനിമേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. Ctrl+X എക്സ്പേർട്ട് മോഡ്. അല്ലെങ്കിൽ ഇവിടെ Ctrl+X അയച്ച് എക്സ്പേർട്ട് മോഡ്. ഇനിയും അത് കഴിഞ്ഞിട്ട് ഇനിയും വ്യൂ പോർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെർസ്പെക്റ്റീവ്. ഇപ്പം ഈ ബാക്കിയുള്ള ഓർത്തോഗ്രാഫിക് വ്യൂസ് നമ്മൾ ടെമ്പിൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ Alt പ്രസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ടെമ്പിൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓർത്തോഗ്രാഫിക് എന്ന് എഴുതി വരും. അല്ലെങ്കിൽ ഇപ്പം 2008 മുമ്പുള്ളതാണെങ്കിൽ
ഇത് 2008 മുമ്പുള്ളതാണെങ്കിൽ യൂസർ എന്ന് പറഞ്ഞൊരു മോഡിലോട്ടാണ് വരുന്നത്. അതിനകത്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം വ്യൂ പോർട്ട് അൺഡു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ പോർട്ട് അൺഡു ഷിഫ്റ്റ് ഇസഡ് അടിച്ചാൽ മതി. ഷിഫ്റ്റ് ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഇത് ബാക്കിലോട്ട് വ്യൂ പോർട്ടിൻ്റെ ഡിസ്പ്ലേ ബാക്കിലോട്ട് മാറും. ഷിഫ്റ്റ് ഇസഡ് വ്യൂ പോർട്ട് റീഡു ഷിഫ്റ്റ് വൈ, വ്യൂ പോർട്ട് അൺഡു ഷിഫ്റ്റ് ഇസഡും വ്യൂ പോർട്ട് റീഡു ഷിഫ്റ്റ് വൈയും. ഇത്രയാണ് വ്യൂ പോർട്ടിനെ പറ്റി പറയാനുള്ളത്.